മലയാളത്തിലെ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് 2005 പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും. ഷാഫി സംവിധാനം ചെയ്ത ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു. മമ്മൂട്ടി, ലാൽ, രാജൻ പി ദേവ് എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. കോമഡിയും മാസും ചേർന്ന ചിത്രം ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട ചിത്രങ്ങളുടെ പട്ടികയിലുണ്ട്. മമ്മൂട്ടിയുടെയും ലാലിൻ്റെയും അച്ഛനായിട്ടാണ് ചിത്രത്തിൽ രാജൻ പി ദേവ് എത്തിയത്. അതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് രാജൻ പി ദേവ് തൻ്റെ ട്രാക്ക് മാറ്റിയ സിനിമയായിരുന്നു തൊമ്മനും മക്കളും. കോമഡിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവതരിപ്പിച്ച തൊമ്മൻ എന്ന കഥാപാത്രം താരത്തിൻ്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. സിനിമയിൽ രാജൻ പി ദേവും മമ്മൂട്ടിയും തമ്മിലുള്ള ഇമോഷണൽ സീനിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രാജൻ പി ദേവിൻ്റെ മകൻ ജുബിൽ. മമ്മൂട്ടി അവതരിപ്പിച്ച ശിവൻ എന്ന കഥാപാത്രവും രാജൻ പി ദേവിൻ്റെ തൊമ്മൻ എന്ന കഥാപാത്രവും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നെന്നും മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ ഫൈറ്റ് ഒഴിവാക്കി അവിടെ ഇമോഷണൽ സീൻ വെച്ചതെന്നും ജുബിൽ പറഞ്ഞു. ആ ഫൈറ്റിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഇമോഷണൽ ഡയലോഗിനായിരുന്നെന്നും ജുബിൽ കൂട്ടിച്ചേർത്തു. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ജുബിൽ ഇക്കാര്യം പറഞ്ഞത്. തൊമ്മനും മക്കളും സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളിൽ ഒന്നാണ് ക്ലൈമാക്സിന് മുന്നേ രാജൻ പി ദേവും മമ്മൂട്ടിയും തമ്മിൽ വഴക്കിടുന്ന സീൻ. ഈ സീനിന് പകരം ഒരു ഫൈറ്റ് സീനായിരുന്നു സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അത് മാറ്റാൻ പറഞ്ഞത് മമ്മൂക്കയാണ്. കാരണം അത്രയും നേരം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന അപ്പനും മോനും പെട്ടെന്ന് തമ്മിലടിച്ചാൽ ഓഡിയൻസിന് അത് ദഹിക്കില്ലെന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത്. അതിനു പകരം തൊമ്മൻ തല്ലാൻ വരുമ്പോൾ ആ കൈ തടഞ്ഞിട്ട്, ഞാൻ അപ്പൻ്റെ സ്വന്തം മോനല്ലാത്തത് കൊണ്ടല്ലേ എന്നെ തല്ലുന്നത്, എന്നെ തല്ലിക്കൂ എന്നുള്ള ഡയലോഗ് മമ്മൂക്കയുടെ കോൺട്രിബ്യൂഷനാണ്. ഇപ്പോൾ ആ സീൻ കാണുമ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് നടത്തുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് മമ്മൂക്കയുടെ ഡയലോഗിനുണ്ട്, ജുബിൽ പറഞ്ഞു.